ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കറിയാണ്. അതിനായി ഞാനൊരു അര പ്ലേറ്റ് ചക്കയും ഒരു 7 ചക്കക്കുരുവും കൂടി നന്നായിട്ട് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ വേവിച്ച് വെച്ച ചക്ക ഇനി നമുക്കൊരു വേറെ ഒരു ഉരുളിയിലോട്ട് മാറ്റി കുറച്ചുകൂടി ഗ്രേവി കിട്ടുന്ന രൂപത്തിലാക്കിയെടുക്കേണ്ടതുണ്ട്. അതിനായി ഞാനൊരു ഉരുളിയിൽ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. അത് ഏകദേശം ചൂടായി വന്നപ്പോൾ അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ച് നമ്മുടെ ചക്കയും കുരുവും കൂടി ഒന്നിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. 1 കപ്പ് വെള്ളത്തിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഇതിനെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കേണ്ടതുണ്ട്. നന്നായിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി, നല്ല ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ സൈഡും വെള്ളം എത്തുന്ന രീതിയിൽ. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ തിളച്ചിട്ടുണ്ട്. നമുക്കിത് കാണാൻ വേണ്ടി സാധിക്കും. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് അരപ്പ് ചേർക്കേണ്ടതായിട്ടുണ്ട്. അത് അരപ്പാണ് ചക്കക്കറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടേസ്റ്റ്. അല്ലെങ്കിൽ ഞാൻ 1 കപ്പ് തേങ്ങയും ഒരു 4 തണ്ട് കറിവേപ്പില, കുരുമുളക്, 2 അല്ലി വെളുത്തുള്ളി, പിന്നെ 2 വറ്റൽമുളകും 1 പച്ചമുളകും എടുത്ത് അരച്ചിട്ടുണ്ട്. നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തരി എന്നുള്ള രൂപത്തിലാണ് ഞാൻ തേങ്ങ അരച്ചെടുത്തിട്ട്. നന്നായി അരക്കണ്ട. നന്നായി അരച്ച് കഴിഞ്ഞാൽ അതൊരു പേസ്റ്റ് പോലെ ആയിപ്പോവും. കുറച്ച് തരി ഇരിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ ചക്കയും ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഒരു പേസ്റ്റ് രൂപത്തിൽ ചക്കയായിട്ടുണ്ട്. നല്ല കുറച്ച് ഒരു ഗ്രേവി ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ നമ്മുടെ തേങ്ങയെ നമുക്കിതിനകത്തേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് നമ്മുടെ എരിവൊക്കെ കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ എരിവും ആ വെളുത്തുള്ളിയുടെ ടേസ്റ്റൊക്കെ എല്ലാ ചക്കയിലും കുരുവിലൊക്കെ അങ്ങനെ പിടിച്ച് വരത്തുള്ളൂ. നന്നായിട്ടൊന്ന് വേവിക്കാൻ വെക്കണം. ഇതിനി ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് ഇത് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. പക്ഷെ ഇത് പോരാ, നമുക്ക് കുറച്ചുകൂടി നേരെ ഒരു 10 മിനിറ്റ് നേരം ഇത് അടച്ച് വേവിക്കണം. അപ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ തന്നെ ഏകദേശം കൊതിച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. പക്ഷെ ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം കുറച്ച് വെള്ളം മാത്രമേ ഇതിനകത്ത് ഉള്ളൂ. ഇടയ്ക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിച്ച് പോകാൻ ചാൻസ് കൂടുതലാണ്. കരിഞ്ഞു പോകാനുള്ള ചാൻസ്. അതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ ചക്കക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചക്കയെല്ലാം നല്ല വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ചക്കക്കുരും നല്ല കടിക്കുന്ന പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ കടുകും കറിവേപ്പിലയും എല്ലാം ഇടാം. അതിനായിട്ട് ഞാനൊരു 2 സ്പൂൺ വെളിച്ചെണ്ണയിൽ 1 സ്പൂൺ കടുകിട്ട്, കടുകൊക്കെ ഏകദേശം പൊട്ടി വരുന്ന പരുവത്തിലായിട്ടുണ്ട്. പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. എണ്ണ നല്ല തിളച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ വെച്ച് വെളുത്തുള്ളിയിൽ 1 അല്ലി മാത്രമേ ഞാൻ തേങ്ങയിൽ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. വേറൊരു അല്ലി വെളുത്തുള്ളിയും കൂടി ഉണ്ടായിരുന്നു. അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഈ വെളുത്തുള്ളി നല്ല ബ്രൗൺ കളറായി വരുന്നവരെ എണ്ണയിൽ മൂക്കണം. അപ്പോഴേ നല്ലൊരു സ്മെല്ല് വരത്തുള്ളൂ. അത് വേണം നമ്മൾ ഈ ചക്കയിലേക്ക് ഇട്ട് കൊടുക്കാൻ. പിന്നെ ഒരു വറ്റൽമുളക് കൂടി നമ്മൾ ഇതിനകത്തേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മുടെ കറിവേപ്പില 2 തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. വെളുത്തുള്ളിയെല്ലാം നല്ല ബ്രൗൺ കളറായി കിട്ടും വരെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. അപ്പോഴേ ഇതിൻ്റെ യഥാർത്ഥ സ്മെല്ല് പുറത്തോട്ട് വരത്തുള്ളൂ.
കുറച്ച് നേരം എണ്ണയ്ക്കകത്ത് തന്നെ അങ്ങനെ വെച്ചിരിക്കണം. അപ്പോഴേ നമ്മുടെ വെളുത്തുള്ളി എല്ലാം ബ്രൗൺ കളറായി. കറിവേപ്പിലൊക്കെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ വെളുത്തുള്ളി വേണം ഒന്ന് ബ്രൗൺ കളറായി കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ചക്കയിലോട്ട് ചേർത്ത് കൊടുക്കാം. ചക്കയിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഈ എണ്ണ എല്ലാവിടെയും എത്തണം, കടുകും എണ്ണയൊക്കെ. ഇപ്പോഴാണ് ചക്കയ്ക്ക് നല്ലൊരു സ്മെല്ല് തന്നെ വന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോകൾക്കായി എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്